കുട്ടനാടിന്റെ ഒരു സൂപ്പർ സ്റ്റാർ നമ്മളോടൊപ്പം ഉണ്ട്. ഈ ഓണത്തിന് ന്യൂസ് 18-നൊപ്പം പ്രമോദേട്ടൻ കുറച്ച് അധികം സമയമുണ്ട്. അതൊന്നും അല്ല, പക്ഷെ ഈ ഭാഗത്ത് വന്ന് ഇതൊക്കെ തലേന്ന് ഇങ്ങനെ ഓരോ ഉറപ്പ് വരുത്തുന്ന എല്ലാം നന്നായൊക്കെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നത് നിങ്ങൾ കുട്ടനാട്ടുകാരുടെ ഒരു മസ്റ്റ് ആണ്. ഞങ്ങളല്ലേ നടത്തുന്നത്, അപ്പൊ പിന്നെ ഉറക്കാതിരിക്കുന്നത്. കുട്ടനാട്ടില് ഈ ചവിട്ടിയാൽ ചെളി മാറുന്ന ആ ചെളിയിൽ ഉറച്ചു നിൽക്കാൻ ഈ കുട്ടനാട്ടിലെ മനുഷ്യർക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ പരിപാടിയുടെ ഇവിടുത്തെ പരിപാടികൾ മുഴുവൻ ഉറച്ചതായിരിക്കും. ഇവിടുത്തെ നാളെ വരുന്ന കായിക താരങ്ങളുടെ ശരീരവും ഉറച്ചതാണ്, അവരുടെ തുഴ ഉറച്ചതാണ്. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് വൈകുന്നേരം 5:30-ക്ക് ശേഷം പറയാം. പ്രവചനാതീതമാണ്, ഭയങ്കര ഗംഭീരമാണ്. ഇവിടെ സ്വന്തം ടീമില്ലാത്ത ആരുമില്ല. പ്രമോദേട്ടന്റെ ടീം ഏത്? എനിക്ക് അങ്ങനെ ടീം ഈ വർഷം ഇല്ല. അത് വേറെ ചില സാങ്കേതിക കാരണങ്ങളുണ്ടതാണ്. അല്ല അല്ല ഇല്ലാതിരിക്കുകയല്ല, നമുക്ക് ഓരോ പക്ഷങ്ങളുണ്ടാകും. പക്ഷെ ആ പക്ഷം തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതാണ് അതിന്റെ സത്യം. ഇപ്പൊ ജയിക്കുന്നവർ കൂടെ അങ്ങ് നിൽക്കാമെന്ന് വിചാരിച്ചാ ജയിച്ചു. സത്യസന്ധമായി പറഞ്ഞാൽ അറിയാം, അത് എല്ലാവർക്കും നമ്മളോട് ഭയങ്കര നമ്മൾ ഈ കയ്യിൽ 5 വിരലിനോട് ചോദിച്ചാൽ എന്ത് പറയും. അപ്പൊ അതുകൊണ്ട് അത് പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പൊ പറയാൻ പറ്റില്ല, അതാണ് സത്യം. അപ്പൊ ഈ ഇവിടെ അത് കപ്പിന് വേണ്ടി വരുന്നത് ഞാൻ എല്ലാവരും പറഞ്ഞു ഈ വർഷം 5 നെഹ്റു ട്രോഫി ഉണ്ടെന്നാ പറഞ്ഞത്. കാരണം അതിന് വേണ്ടി വരുന്നത് എന്തായാലും തികയും തോന്നില്ല. ആ ടീം ശക്തമായിട്ട് അതുപോലെ ടീമുകളാണ് വരുന്നത്. അപ്പൊ അതിൽ ഒരാളുടെ എന്റെ വാക്കുകൊണ്ട് പോലും അവർക്കൊരു മാനസിക പ്രയാസം ഉണ്ടാകരുത്. നാളെ നടക്കാൻ പോകും, മണിക്കൂറുകളല്ലേ ഉള്ളൂ. അതല്ല, വിജയം അനിവാര്യമാണ്. അതിന്റെ ഏറ്റവും ഒരു ചോദിച്ചതിന് ഒരു കൃത്യമായ ഒരു മറുപടി പറയാം. ബാക്കി വരുന്ന 21 ചുണ്ടൻവള്ളങ്ങളിൽ 20 ചുണ്ടൻവള്ളങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ഈ വർഷത്തെ നെഹ്റു ട്രോഫിയിൽ. മനസ്സിലാക്കുന്നത് PBC എന്ന് പറഞ്ഞൊരു ടീമിനെ മാത്രം ലക്ഷ്യം വെച്ചാണ് അവരെല്ലാവരും വരുന്നത്. അവരുടെ ഹാട്രിക്ക് തകർക്കുക എന്നുള്ളതാണ്. അപ്പം അവർ ഈ 21 ടീമിൽ 20 ടീമിനോട് മത്സരിക്കാൻ വരുന്നവരാണ് PBC. അപ്പം ഞാൻ പറഞ്ഞ ആര് ജയിക്കണം തോക്കണം എന്നല്ല, അതിലെവിടെ നേര് നടക്കുന്നു, എവിടെ അവരുടെ കായികക്ഷമത എവിടെ വർദ്ധിക്കുന്നു, അവർക്ക് വിജയം നാളെ ഉണ്ടാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ കുട്ടനാട്ടുകാരുടെ ഒരു അത് മാത്രമല്ല, കുട്ടനാട്ടുകാർക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. വള്ളംകളി കാലം എന്ന് പറഞ്ഞാൽ ഓണക്കാലം അതിഥികളെ സ്വീകരിക്കുന്ന കാലം അല്ലേ? വീടൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി? സിനിമാക്കാർ അതിഥികളുണ്ടോ? വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. അതെ, അപ്പൊ ഫുഡും കാര്യങ്ങളും പ്രിപ്പറേഷൻ ഒക്കെ എന്നോട്ട് ആൾക്കാരുണ്ടോ? ആളുകൾ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നു, കുഴപ്പമില്ല, വരുന്നു നമ്മുടെ കയ്യിലുള്ളതൊക്കെ അനുസരിച്ച്. ശരിക്കും ഒരു ഭയങ്കര ഓണം അല്ലേ? തീർച്ചയായും. എനിക്ക് എപ്പോഴും പ്രത്യേകത തോന്നിയിട്ടുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ പാക്ക് ചെയ്ത് ഫുഡൊക്കെ ബാഗിലാക്കി വെള്ളമൊക്കെ ആക്കി സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് കഴിക്കുന്ന ഒരു പരാതിയില്ല. നാളെ ഒരു പ്രശ്നമല്ല, അല്ല കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ വഴി കൂടെ നമുക്ക് നടക്കാൻ ചേട്ടാ ചോറുണ്ടോ വാ, ചേട്ടൻ ചോറുണ്ടോ വാ, വിളിച്ച് കയറ്റി. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഡ്രസ്സ് ഒന്ന് മാറണം, ഒരു വീട്ടിലോട്ട് കണ്ട് അവർ എന്ത് ചെയ്ത് ഭക്ഷണം കഴിക്കാതെ വിടുകയല്ല. അതാണ് നമ്മുടെ ആ ഇഷ്ടം എന്ന് പറയുന്നത്. ഇത് വേറെ ഒന്നും ഇല്ലല്ലോ ഈ വൈബിൽ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇതിന് കുറച്ചുകൂടെ ഇതൊന്നും പോരുന്നു, കുറച്ചുകൂടെ ഇതൊക്കെ സംഘാടനം വേണം. വന്നിട്ട് ഇത് അവർ ചെയ്യുന്ന അവർക്ക് സംഘാടകൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഫണ്ടിൽ നിന്നാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അതല്ല, ലോകം ഉറ്റുനോക്കുന്നൊരു പരിപാടിയല്ലേ ഇത്. ഇതിനെ ഇത്രത്തോളം ഭംഗിയാക്കി ഇപ്പോഴും തീർന്നിട്ടില്ല, ജോലികളാണ് നടക്കുക. അതൊക്കെ ഫണ്ടിന്റെ ഇതുകൊണ്ടായിരിക്കാം. പക്ഷെ ആ ഫണ്ട് കൃത്യമായി 1 മാസം മുമ്പ് അനൗൺസ് ചെയ്ത സാധനമാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവർ ഇതിനെ സീരിയസ് ആയി കാണുന്നുണ്ട്. എന്നാൽ വേണ്ടുന്ന സീരിയസ് കൊടുക്കാത്ത കുറേ ആളുകളുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നും പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ ഞാൻ പറഞ്ഞ കാര്യം, എനിക്കൊരു ആഗ്രഹം, ഭയങ്കര ആഗ്രഹം. കോഴിമുക്ക് നാരായണാചാരി എന്ന് പറയുന്ന ചുണ്ടൻവള്ളങ്ങളുടെ നമ്മൾ എഴുത്തിൽ ഇപ്പം എഴുതാൻ തുടങ്ങിയ കാലം പോലെ, അല്ലെങ്കിൽ ചരിത്രം പറയാൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുതലുണ്ടെന്ന് പറയെങ്കിലും നാരായണാചാരി മുതലാണ് പറഞ്ഞത്. അവരുടെ ആരുടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു തുടക്കാരനോ അല്ലെങ്കിൽ ഇവിടുത്തെ പങ്കായക്കാരനോ അല്ലെങ്കിൽ ഒരു നിലകാരനോ ഒരു മെമ്മന്റോ ഈ വർഷത്തെ മികച്ച കോഴിമുക്ക് നാരായണാചാരി. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് ഞാൻ വർഷങ്ങൾക്ക് ഞാൻ ജവഹർത്താങ്കരി വള്ളം തുഴയുമ്പോൾ ഒരു ദക്ഷിണ വെക്കാൻ വേണ്ടി കുറേ വർഷം മുമ്പാണ് ഞാൻ ചെല്ലുമ്പോൾ, നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകില്ല, പിണ്ടിച്ചങ്ങാടത്തല്ല അന്ന് ഞാൻ അവരുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഈ അവരുടെ കൊച്ചുമക്കൾ പോകാൻ വേണ്ടി ഒരു പാടത്തിനടുക്ക് ഒരൊറ്റ വീടാണ്. 10-18 കുളിര് വരുന്നുണ്ട്. 18 ചുണ്ടമ്പള്ളം അന്നായിട്ട് പണിട്ടുണ്ട് അവരുടെ കൊടുക്കുക. ബാക്കി അവരിങ്ങോട്ട് പണിതാ ഇപ്പം 30-32 ചുണ്ടമ്പള്ളത്തിനടുത്തുണ്ട്. അതിലേറിയ ശതമാനം വള്ളം പണിത് അവർ. ആ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങളൊരു ഒരു വള്ളം ചോദിച്ചിട്ടില്ല, വെള്ളം കയറി കിടന്ന വെള്ളത്തിലെ വെള്ളം തേയിപ്പറ്റിച്ച് മുട്ടറ്റം വെള്ളത്തിൽ ഈ പശുവിന് കാടി കൊടുക്കുന്നൊരു ചെരുവം അത് എടുത്തിട്ട് ആ ചെരുവ് എടുത്തോണ്ടാണ് ഞങ്ങൾ ഒരാൾ തേയിപ്പറ്റിക്കുന്നത് ഞങ്ങൾ നിൽക്കുന്നു. ആ വീട്ടിൽ ചെല്ലും കാണാൻ മുള ഇങ്ങനെ അടുക്കിയിട്ട് അതുകൊണ്ട് ചെങ്ങാടം ഞങ്ങൾ സംസാരിച്ച് എനിക്ക് ഇവർ തൊട്ടപ്പുറത്ത് ഒരു 100-150 മീറ്റർ ദൂരെ അവരുടെ കൊച്ചുമകൾ സ്കൂളിൽ പോയിട്ട് ബാഗ് നോക്കി ഈ പിണ്ടിച്ചങ്ങാടം പോലത്തെ ഈ ചെങ്ങാടം. അപ്പോൾ നമ്മൾ ഞാൻ വേറെ ആര് പണിയുന്നുണ്ടെന്ന് ഇവിടെ
അപ്പോൾ ആ ഞെട്ടിൽ നിന്ന് പോയതല്ലേ ഉള്ളൂ, ആ ഒരൊറ്റ ഞെട്ടിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഓർക്കാൻ അവർക്കൊക്കെ ഒരു വേണ്ട ഒരു ആദരവ് അല്ലേ? തീർച്ചയായും കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു മെമൻറ്റോ, അല്ലെങ്കിൽ ഒരാൾക്ക് അവരുടെ കോഴിമുക്ക് നാരായണാചാര്യയുടെ സ്മരണാർത്ഥം ഈ വർഷത്തെ മികച്ച ഇന്നത, അല്ലെങ്കിൽ മികച്ച പങ്കായക്കാരൻ, അല്ലെങ്കിൽ മികച്ച നിലക്കാരൻ, അല്ലെങ്കിൽ മികച്ച ആർക്കെങ്കിലും ഒരെണ്ണം കൊടുത്ത് ഇവിടെ മാസ്റ്ററിൽ നടത്തുന്നില്ലേ, അപ്പോൾ മാസ്റ്ററിൻ്റെ പേരിലാണ് എങ്ങനെ കൊടുക്കാൻ അവസരങ്ങൾ ഒരുപാടുണ്ട്, അത് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഈ വർഷം കുട്ടനാട്ടുകാരന്റെ വള്ളംകളി സ്നേഹയുടെ ന്യായമായ ആവശ്യം, അതൊരു ആവശ്യമായി ഉയർന്നു വരേണ്ടതുമാണ് അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ ആദരിക്കപ്പെടേണ്ട ആളുകളെല്ലാം തന്നെ വള്ളംകളിയുടെ ചരിത്രത്തോളം പ്രാധാന്യമുള്ള വ്യക്തികളാണ് അവരെല്ലാം. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ആദരിച്ചും ഒപ്പം തന്നെ മികച്ച രീതിയിൽ സംഘാടനം ഒരുക്കിയും വള്ളംകളി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എല്ലാവരും ഒരുപോലെ പങ്കുവെക്കുന്നത്.